കൃഷ്ണ, ഇനി വരാൻ പോകുന്ന ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചിരിക്കുകയാണ് നമ്മുടെ BJPയിലെ ഓരോ വരാൻ പോകുന്ന കാൻഡിഡേറ്റുകളും സ്ഥാനാർത്ഥികളും. അതിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ, കെ സുരേന്ദ്രൻ, വി മുരളീധരൻ കൂടാതെ അങ്ങനെ നിരവധി പേർ പട്ടികയിലുണ്ട്. അപ്പോൾ അതാത് നേതാക്കൾ അതാത് ജില്ലകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി BJPയിലെ നേതാക്കൾക്ക് വരാൻ പോകുന്ന ഒരു സൂപ്പർ ബമ്പർ ലോട്ടറി ആയിരിക്കുമോ ഇനി വരാൻ പോകുന്ന പാർലമെന്റ് ഇലക്ഷൻ? ഒരിക്കലും ഇല്ല, ഞാൻ അങ്ങനെ കരുതുന്നില്ല. BJP ഇനി ലോക്സഭാ മണ്ഡലം നമ്മുടെ കേരളത്തിൽ നിന്ന് പിടിക്കും എന്നൊരു പ്രതീക്ഷയൊന്നും എനിക്കില്ല. ഒരു തെറ്റ് കേരളത്തിലെ ജനങ്ങൾക്ക് പറ്റി, അത് തൃശ്ശൂരാണ്. തൃശ്ശൂർ തിരുത്തും എന്നാണ് ഞാൻ കരുതുന്നത്. ബാക്കി മണ്ഡലങ്ങളൊന്നും BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിടിക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ പറഞ്ഞല്ലോ, രാജീവ് ചന്ദ്രശേഖർ, അതുപോലെ കെ സുരേന്ദ്രനൊക്കെ തന്നെയും ആറ്റിങ്ങലും തിരുവനന്തപുരവും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. നോക്കൂ, തിരുവനന്തപുരം ഈ കോർപ്പറേഷൻ ഭരിക്കുന്നതാരാണ്? BJP ആണ്, സ്വാഭാവികമാണ്. പക്ഷേ അവിടുന്ന് ഉണ്ടായിട്ടുള്ള പിന്നീടുള്ള പ്രതിസന്ധികൾ പരിശോധിച്ചാൽ മതി. എല്ലാം കണ്ട് കേട്ടുകേൾവിയുള്ള തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലകത്തെ ജനങ്ങൾ അത് തിരുത്താതിരിക്കാൻ ഒരു സാധ്യതയുമില്ല. ഇപ്പോൾ BJP കൊടുത്തത് ഇപ്പോൾ അവിടെയും അബദ്ധമായി പോയിട്ടുണ്ട് എന്നാണ് അവരുടെയും ഒരു ധാരണ. എത്ര ഭംഗിയായി ഡ്രെയിനേജ് സിസ്റ്റം ഉൾപ്പെടെ കൈകാര്യം ചെയ്തിരുന്ന ഒരു കോർപ്പറേഷൻ ആയിരുന്നു. ഇപ്പോൾ ഒരു മഴ പെയ്താൽ തന്നെ വെള്ളം കിട്ടുന്ന രീതിയിലേക്ക് വലിയ വാർത്തയായിരുന്നു നമ്മളതൊക്കെ കണ്ടത്. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, ഈ BJP ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുന്ന സമയത്ത് ഇവർ വോട്ട് പിടിക്കും അല്ലെങ്കിൽ ലോക്സഭാ മണ്ഡലം പിടിക്കും എന്നൊരു ധാരണയും എനിക്കില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഇവർ കേരളത്തിലെ സീറ്റ് പിടിക്കുമെന്നല്ല. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് വേണ്ടി കേന്ദ്രം കൊടുത്ത ഫണ്ട് അടിച്ചു മാറ്റിയ കുറച്ച് വിരുദ്ധന്മാർ ആ ഒരു സംസ്ഥാന BJPയിലുണ്ട്, അല്ലെങ്കിൽ കേരളത്തിലെ BJP നേതാക്കളാണ്, പ്രമുഖ നേതാക്കന്മാരാണ്. ഇനി അവർക്ക് അടുത്ത ലോൺ അടയ്ക്കാനോ അല്ലെങ്കിൽ ഇനി അടുത്തൊരു കാറ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ അടുത്ത വീട് വയ്ക്കാനോ വേണ്ടിയുള്ള ഒരു ഒരുക്കത്തിലാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരിയാണ്, അങ്ങനെ ഒരു വ്യാഖ്യാനം അതിനുണ്ട്. കാരണം കൊടിതോരണങ്ങൾക്ക് കൊടുത്ത പൈസ, ഫ്ലെക്സിന് കൊടുത്ത പൈസ, ഇതെല്ലാം BJPയുടെ സ്ഥാനാർത്ഥികൾക്ക് കമ്മിറ്റി കൊടുത്ത പൈസയാണ് തങ്ങളുടെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. പക്ഷേ നമ്മൾ എത്ര വാർത്തകളാണ് കണ്ടത്? ഒരു കടയുടെ ബാനറിലുണ്ടായ GST നമ്പർ ഉൾപ്പെടെ മിസ്യൂസ് ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്തി. അത് ഓഫീസ് സെക്രട്ടറിമാർ തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നതും. അതിൽ നമ്മളൊരു വാർത്ത കൂടെ കണ്ടിരുന്നു. ഒരു നവമാധ്യമത്തിൻ്റെ ചുമതലയുള്ള ഒരു പ്രവർത്തകൻ, BJP പ്രവർത്തകൻ, ഒരു സെൽഫി പങ്കുവെക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. സെൽഫി പങ്കുവെക്കുന്നൊരു അപ്പൊ എത്ര അലംഭാവത്തോടെയാണ് ഇവർ ഇതിനെയൊക്കെ നോക്കിക്കാണുന്നത്. ഇതില് രാജീവ് ചന്ദ്രശേഖരന്റെ മിണ്ടാട്ടം ഉണ്ടായിരുന്നില്ല. എത്രത്തോളം പൈസ ആള് വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും നമുക്കൊരു ധാരണയില്ല. വാങ്ങിച്ചിട്ടുണ്ടാകാം. തങ്ങളുടെ കൂടെ പൈസ ഇനി അതിൻ്റെ കണക്ക് കൂടെ വിശദീകരിക്കേണ്ടി വരുമോ എന്നൊക്കെ പേടിച്ചിട്ടാകാം ഈ ഒരു കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഒരു സംസ്ഥാന അധ്യക്ഷനായിരിക്കെ ഒരു മിണ്ടാട്ടവും ഇല്ലാത്തത്. അപ്പോൾ ഇനി ഈ ഇലക്ഷനും കൂടെ വരുമ്പോൾ നമുക്കറിയാം, ഒരു സാധാരണ ഒരു തിരഞ്ഞെടുപ്പിനെ പോലെ ലോക്സഭാ മണ്ഡലങ്ങളെ നമുക്ക് നോക്കിക്കാണാൻ പറ്റില്ല. വലിയ രീതിയിലുള്ള പണച്ചെലവ് ആവശ്യമാണ്. നിയമസഭ പോലെയല്ലല്ലോ. കുറേ ആളുകളിലേക്ക് എത്തണം, കുറേ സ്ഥലമുണ്ടാകും. ഇപ്പോൾ നിയമസഭാ മണ്ഡലങ്ങൾ തന്നെ 1ഉം 2ഉം ഒക്കെ ചേർന്നിട്ടുള്ളതായിരിക്കും ഈ പറയുന്ന ലോക്സഭാ മണ്ഡലങ്ങൾ. അപ്പോൾ ഇവിടെ എല്ലായിടത്തേക്കുമുള്ള പ്രചരണ സാമഗ്രികൾ എത്തണം. അപ്പോൾ വൻതോതിൽ പൈസ ഇവർക്ക് എത്താനുള്ള വലിയ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം നേരത്തെ ഉണ്ടായിരുന്ന തട്ടിപ്പ് പോലെ തന്നെയും ഇവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ നിലവിൽ വരുന്ന അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ BJPയുടെ കേന്ദ്രം ഇപ്പോൾ മൊത്തത്തിൽ കൈ ഒഴിഞ്ഞ അവസ്ഥയിലാണ്. ഇനി സംസ്ഥാനത്ത് ഈ പാർലമെന്റ് ഇലക്ഷന് വേണ്ടിയുള്ള സ്ഥാനാർത്ഥി നിർണയം അല്ലെങ്കിൽ അവിടെയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്നുള്ള രീതിയിലാണ്, കൈ ഒഴിഞ്ഞ മട്ടിലാണ് കേന്ദ്രം. ഇപ്പോൾ സംസ്ഥാന BJPക്ക് ഇതുപോലെ ഒരു ഫണ്ട്, ന്യായമായിട്ടുള്ളൊരു ഫണ്ട് നൽകിയിട്ട് ആ ഒരു ഫണ്ട് സ്വന്തം കാര്യത്തിന് വേണ്ടി അടിച്ച് മാറ്റിയ നേതാക്കന്മാരാണ് നമുക്ക് നമ്മുടെ BJPയിലുള്ളത്. അപ്പോൾ ഈ നേതാക്കന്മാർ എന്ത് വാഗ്ദാനവുമായി ജനങ്ങളിലേക്ക് എത്തും, അല്ലെങ്കിൽ എന്ത് ചോദിച്ച്, അല്ലെങ്കിൽ എന്ത് ധൈര്യത്തിലാണ് ഈ വോട്ട് ചോദിക്കാൻ BJP നേതാക്കൾ ജനങ്ങളിലേക്ക് എത്തുന്നത് എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അതായത്
ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു സമയത്തുള്ള പ്രചരണത്തിനായാലും അല്ലെങ്കിൽ നിയമസഭാ ഇലക്ഷൻ്റെ ആ ഒരു സമയത്തായാലും ജനങ്ങളിലേക്ക് ഏറ്റവും ഇറങ്ങിച്ചെന്ന് അവരുമായിട്ടുള്ള അവരുടെ ഹോംവർക്കുകൾ ചെയ്ത് അവരുമായിട്ട് ഇടപഴകി ഒരു പ്രവർത്തനമായിരുന്നു BJPയുടേത്. പക്ഷേ വിജയത്തിന് ശേഷം ഒരു സൈലൻ്റ് ആയ ഒരു മട്ടാണ്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന അധ്യക്ഷനോ അല്ലെങ്കിൽ നിയമ MLA കൂടിയായ രാജീവ് ചന്ദ്രശേഖർ നോക്കൂ, ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാതെ പൊതുവേ സൈലൻ്റ് ആയിട്ടുള്ള അവസ്ഥ, പൊതുവേ സൈലൻ്റ് ആണ്. ഫണ്ട് അടിച്ചു മാറ്റിയതിൻ്റെ കാര്യത്തിൽ ഇദ്ദേഹത്തിന് മിണ്ടാട്ടമില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം KPCC ആസ്ഥാനത്തേക്ക് ഒരു സമരം നടത്തിയപ്പോൾ മോദിസ്തുതി പാടാനോ അല്ലെങ്കിൽ ഇതിനെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെയോ തീവ്രവാദികളും രാജ്യദ്രോഹികളെന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം നാവ് വളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അല്ലെങ്കിൽ ഒരു കൂട്ടം യുവാക്കൾ അടങ്ങുന്ന അല്ലെങ്കിൽ ഒരു യുവ തലമുറ അടങ്ങുന്ന ഇതുപോലൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് ഒരു വോട്ട് ചോദിച്ച് BJP നേതാക്കൾ എത്തുമ്പോൾ അവർക്കെതിരെയുള്ള ജനങ്ങൾക്കുള്ള ഒരു പ്രതികരണം എങ്ങനെയായിരിക്കും? വളരെ മോശം പ്രതികരണം തന്നെയായിരിക്കും. കാരണം ഇപ്പോൾ CJP വിഷയം തന്നെ മുന്നിൽ നിൽക്കുകയാണല്ലോ. ഇതിനെ BJP എങ്ങനെയാണ് അട്ടിമറിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്? അവസാനം അവർ ഒരു കഷ്ടി തലയൂരി പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് അല്ലെങ്കിൽ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് നരേന്ദ്രമോദി മുന്നോട്ട് വന്നത്. അപ്പോൾ ഇതെല്ലാം സ്വാഭാവികമായും ജനങ്ങൾ വിലയിരുത്തുന്നൊരു ഘട്ടമായിരിക്കും ഇനി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കാരണം നമ്മുടെ കേരളത്തിലെ ഇലക്ഷൻ പോലെ നമുക്കിതിനെ നിസാരവൽക്കരിച്ച് കാണാൻ പറ്റില്ല. പൊതുവെ നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങളൊക്കെ തന്നെയും കേന്ദ്രം ആര് ഭരിക്കണം എന്ന കാര്യത്തിൽ ഒരു വീക്ഷണമുള്ള മനുഷ്യരാണ്. ഇനിയും അവർ BJPക്ക് ഭരിക്കണം എന്നതിനെക്കുറിച്ച് ചോദിച്ചാൽ വേണ്ട എന്ന് തന്നെയായിരിക്കും അവരുടെ മറുപടി ഉണ്ടാവാം. പല ഇലക്ഷനുകളായിട്ടും നമ്മൾ കണ്ട കാര്യമാണ്. പക്ഷേ അതിലൊരു വിരുദ്ധമായി നടന്നത് തൃശ്ശൂർ മാത്രമാണ്. സുരേഷ് ഗോപി എന്ന വ്യക്തിക്കുണ്ടായിരുന്ന ഒരു എന്താ പറയുക ഒരു വ്യക്തിപ്രഭാവം ഉണ്ടായിരുന്നു. അതെ, അതിലാണ് അവിടെ തൃശ്ശൂര ജനങ്ങൾ വോട്ട് ചെയ്യാനായിട്ട് മുന്നിട്ടിറങ്ങിയത്. പക്ഷേ പിന്നീടുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളെല്ലാം തന്നെ അവരെ മാറ്റിപ്പറയിക്കാനുള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു. ഒരു നാടൻ പ്രമാണി പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു ബാക്കിയുള്ള പ്രവർത്തനങ്ങളെല്ലാം. അതായത് നമ്മുടെ കലുങ്ക് സംവാദങ്ങളെല്ലാം കൂടാതെ ഈ എയിംസുമായിട്ട് ബന്ധപ്പെട്ട ഓരോ പ്രസ്താവനകളും സുരേഷ് ഗോപിക്കെതിരെ തിരിഞ്ഞടിച്ചൊരു അവസ്ഥയാണ്. അതായത് ജില്ലകൾ തോറും എയിംസ് എന്നുള്ള രീതിയിലാണ് ഈ കേന്ദ്രമന്ത്രി കൂടിയായ അല്ലെങ്കിൽ കേന്ദ്ര സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഓരോ പ്രഖ്യാപനങ്ങളും. പക്ഷേ ഒരു ജില്ലയിലെങ്കിലും അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു എയിംസ് വരുമെന്നുള്ള രീതിയിൽ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഉറപ്പ് തരാൻ അദ്ദേഹത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷേ അതിനു മുമ്പ് അല്ലെങ്കിൽ അതിനുശേഷം നമ്മുടെ ആരോഗ്യമന്ത്രിയായ K മുരളീധരൻ സെൻട്രൽ മിനിസ്റ്ററുമായിട്ടുള്ള ഒരു ചർച്ചയിൽ പറഞ്ഞു, അതായത് നമ്മുടെ കേരളത്തിലെ എയിംസ് വരും, അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് സുരേഷ് ഗോപി വന്നു, ഈ എയിംസ് വന്നാൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എനിക്ക് തരണം, കാരണം എന്നോട് എയിംസ് തരാമെന്ന് പറഞ്ഞ് ഒരുപാട് എന്നെ തേച്ചതാണ്, അതുകൊണ്ട് ഇനി എയിംസ് വന്നാൽ അദ്ദേഹം എന്നെ പരിഗണിക്കണം എന്നുള്ള രീതിയിലുള്ള ശ്രമം അതെ യാഥാർത്ഥ്യമാണ്. അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ കഴക്കൂട്ടം MLA കൂടിയായ V മുരളീധരൻ ഇപ്പോൾ കേന്ദ്രത്തിൽ പുനഃസംഘടന നടക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ കേന്ദ്ര മന്ത്രി കൂടിയായിരുന്ന അദ്ദേഹത്തെ ഈ കേന്ദ്ര പുനഃസംഘടനയിലേക്ക് പരിഗണിക്കുകയാണെങ്കിൽ ഇൻ കേസ് അവിടെ ഒരു ബൈ ഇലക്ഷൻ കഴക്കൂട്ടത്ത് ഒരു ബൈ ഇലക്ഷൻ വരികയാണെങ്കിൽ തീർച്ചയായും കൈവിട്ടുപോയ മണ്ഡലം തിരിച്ചു പിടിക്കാൻ LDFO അല്ലെങ്കിൽ ഇനി ആ ഒരു കഴക്കൂട്ടം കൂടി തങ്ങളുടെ 103ാമത്തെ അക്കൗണ്ടിലേക്ക് ചേർക്കാൻ UDFO കനത്ത രീതിയിൽ പരിശ്രമം തുടങ്ങുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.